അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എത്രയാണെന്ന് ചോദിച്ചാൽ 326 അല്ലേ. ആദ്യമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടന്ന സംസ്ഥാനം ഏതാണെന്നറിയാമോ? ആദ്യമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടെടുപ്പ് നടന്നത് മണിപ്പൂരാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന് വിളിക്കുന്നത് വൈലോപ്പള്ളിയാണ്. വൈലോപ്പള്ളിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഏതാണെന്നറിയാമോ? ഇങ്ങനെ ചോദിക്കാം: വിട, കയ്പവല്ലരി, സഖ്യന്റെ മകൻ, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്. വിട, കയ്പവല്ലരി, സഖ്യന്റെ മകൻ, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്. ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതിയാണ്? മാമ്പഴം. ഇതൊക്കെ വൈലോപ്പള്ളിയുടെ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. കുറേ ഹോട്ട് ടോപ്പിക്സ്, നമ്മൾ 3 ഹോട്ട് ടോപ്പിക്സ് പഠിച്ചു. ഇനിയും പെട്ടെന്ന് സമയമില്ല എന്നറിയാം. നല്ല 2 ദിവസം സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് തൊണ്ടയ്ക്കൊക്കെ വയ്യായിരുന്നു. എന്നാലും ഒന്ന് ശരിയായി വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഇറങ്ങിയതാണ്. ഇനി അങ്ങനെ കുഴപ്പം വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ കുറച്ച് അങ്ങ് എടുത്തു വെക്കാമെന്ന് വെച്ചു. അന്നേരം നിങ്ങൾ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ കൂടുതൽ തരികയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമല്ല ആവശ്യം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടല്ലോ. കറക്റ്റ് ഫ്ലോയിൽ ഓരോ ടോപ്പിക് അനുസരിച്ച് പഠിക്കണേ. റിവിഷനും കൂടെ കൊണ്ടുവരണം. മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കണേ. മോക്ക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഹാളിപ്പോയിരിക്കുമ്പോൾ മാക്സിമം തെറ്റിപ്പോവും. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സ്കൂൾ ടെസ്റ്റ് 10ാം ക്ലാസ്സൊക്കെ നല്ലോണം ഒന്ന് കവർ ചെയ്യണേ. ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്. 10ാം ക്ലാസ്സിലെ സയൻസിൽ എല്ലാം പഠിക്കണമെന്ന് പറയുന്നില്ല. എന്നാൽ 8, 9, 10 സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതിനനുസരിച്ചുള്ള ടോപ്പിക്കിലെ ഭാഗങ്ങൾ എല്ലാം ഒന്ന് കവർ ചെയ്യണേ. എന്തായാലും അത്യാവശ്യമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. ഒരുവിധം നല്ല കുറേ പേരുടെ മെസ്സേജുകൾക്ക് ആയിരിക്കും. എന്നും യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങളുടെ താഴോട്ട് വരുന്ന മെസ്സേജുകൾ, ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് ഇങ്ങനെ വായിക്കുമ്പോൾ പല മെസ്സേജും വായിക്കുമ്പോൾ കണ്ണ് നിറയും. കാരണം ഒരു അധ്യാപകനെ അംഗീകരിച്ച് തരുന്നത് കാരണം എന്നാൽ പറ്റുന്ന ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എല്ലാം കൊണ്ടു തന്നിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് നിങ്ങൾ നല്ലൊരു ജോലിയിൽ എത്തിച്ചേരുക. ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാനും ഇത്രയൊക്കെ ചെയ്തു തരുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ അടുത്ത വരുന്ന പരീക്ഷയിൽ ഒരു 10 മാർക്കെങ്കിലും ഈ ടോപ്പിക്കിൽ നിന്ന് ഉണ്ടായിരിക്കും. അത് മാത്രം പോരല്ലോ, അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യണം കേട്ടോ. ഞാൻ നല്ല കുറേ 5 ടോപ്പിക്കുകളാണ് കൊണ്ടുവന്നത്. ഇച്ചിരി കൂടെ കൂടുമ്പോൾ ഞാൻ അങ്ങോട്ട് കൂട്ടി പലരും പറഞ്ഞു, സാറേ ഒരു 10 ടോപ്പിക് എടുത്തോ, അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒന്ന് സുഖമായി വരുന്നതേ ഉള്ളൂ. തൊണ്ടയൊക്കെ വയ്യാതായി ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. എന്നാലും അതുകൊണ്ട് സൗണ്ടൊക്കെ ഒരു ഇച്ചിരി കുറവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. കാരണം നിങ്ങളോടല്ലേ എനിക്ക് പറയാനും പറ്റത്തുള്ളൂ. നമുക്കൊന്ന് തീർച്ചപ്പെടുത്തി കൊണ്ടുവരാം. LDC ഹോട്ട് ടോപ്പിക്സിലെ ഇന്ന് 4 എണ്ണം നോക്കിയാൽ ഏറ്റവും നല്ല 4 ടോപ്പിക്കുകളാണ്. ഒന്ന് നബാർഡ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിലൂടെ നബാർഡ് പരീക്ഷയ്ക്ക് ചോദിക്കും. അരുണ രക്താണുക്കൾ, ശ്വേതരക്ത. LDCയിൽ പലതവണയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അടുത്തത് വയലാർ അവാർഡ് നേടിയ കൃതികൾ. വെരി ഇമ്പോർട്ടൻറ്റ്. വയലാർ അവാർഡ് നേടിയ കൃതികൾ. UN സ്ഥാപനങ്ങൾ, ആസ്ഥാനങ്ങൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ആസ്ഥാനവും വർഷവും ഒന്ന് പഠിക്കുക. പിന്നെ ഹിമാലയത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ്, അതും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പം 5 നല്ല ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ കുറച്ച് റിവിഷൻ കൊണ്ടുവരട്ടെ. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടില്ലാതെ റിവിഷൻ കൊണ്ടുവരട്ടെ. അപ്പം ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷ ഹിന്ദി അല്ലല്ലോ. 1ാമത്തെ ഭാഷയല്ലേ ഹിന്ദി. 2ാമത്തെ ഭാഷ ബംഗാളിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷ ബംഗാളി, 3ാമത്തെ ഭാഷ തെലുങ്കാണ് അല്ലേ. ജനഗണമനയും വന്ദേ മാതരവും ബംഗാളി ഭാഷയിലാണ്. ജനഗണമനയും വന്ദേ മാതരവും ബംഗാളി ഭാഷയിലാണ്. സാരേ ജഹാം സച്ച ഉറുദു ഭാഷയിൽ. സാരേ ജഹാം സച്ച ഏതാണ്? ഉറുദു ഭാഷയിലാണ് അല്ലേ. കാശ്മീരിൻ്റെയും നമ്മുടെ പാകിസ്ഥാൻ്റെയൊക്കെ ഔദ്യോഗിക ഭാഷ ഉറുദു ഭാഷയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയാണ്? ലാറ്റിൻ ഭാഷ. നമ്മുടെ റിട്ടുകളും ലാറ്റിൻ ഭാഷ. റിട്ടില്ലേ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, 5 റിട്ടുകളില്ലേ. ഈ റിട്ടുകളും ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. അതുപോലെ ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങളില്ലേ, ജീവികളുടെയും മനുഷ്യൻ്റെയും അല്ലെങ്കിൽ പക്ഷികളുടെയും അല്ലെങ്കിൽ എന്തിൻ്റെയും ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ ലാറ്റിൻ ഭാഷയിലാണ് അല്ലേ. ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് അല്ലേ. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നതും കാൾ ലിനേയസ് ആണ് അല്ലേ. വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരുടെ? കാൾ ലിനേയസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമുണ്ട്. ഈ നമ്മൾ ജനഗണമന പ്രസിദ്ധീകരിച്ചത് 1911 ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24 അല്ലേ. 50 ജനുവരി 24 1950 ജനുവരി 25 വന്ന സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് 50 ജനുവരി 25. അതുകൊണ്ടാണല്ലോ ജനുവരി 25 വോട്ടേഴ്സ് ദിനമെന്ന് പറയുന്നത് അല്ലേ. വോട്ടേഴ്സ് ദിനമെന്നാണ് ജനുവരി 25. 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്
കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326 ആണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എത്രയാണെന്ന് ചോദിച്ചാൽ 326 ആണ് അല്ലേ. ആദ്യമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടന്ന സംസ്ഥാനം ഏതാണെന്നറിയാമോ? ആദ്യമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടെടുപ്പ് നടന്നത് മണിപ്പൂരാണ്. മണിപ്പൂരിലാണ് അത് നടന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ അല്ലേ. ആദ്യത്തെ വോട്ടറിന്റെ പേരെന്താണ്? ആദ്യത്തെ വോട്ടറിന്റെ പേര് ശ്യാം ചരൺ നേഗി എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് ഹിമാചൽ പ്രദേശ്. നിങ്ങളോട് ഇനി എടുത്തു ചോദിക്കും പ്രായപൂർത്തി വോട്ടവകാശം നടന്നത് എവിടെയാണ്? മണിപ്പൂരാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാൽ ഈ കുക്കീസ് ഇപ്പം നിലനിൽക്കുന്ന കുക്കീസ് കലാപം ഉണ്ടല്ലോ, അത് മണിപ്പൂരല്ലേ? മണിപ്പൂര്. ലോക്താക് തടാകം മണിപ്പൂരല്ലേ? 4 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയിലെ തടാകം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? ലോക്താക് തടാകമാണ്. ലോക്താക് തടാകം. കാസി കാരോ കുന്നുകൾ എവിടെയാണ്? കാസി കാരോ കുന്നുകൾ മേഘാലയ അല്ലേ. കാസി കാരോ കുന്നുകൾ എവിടെ? മേഘാലയ. ലുഷായി കുന്നുകൾ എവിടെയാണ്? ലുഷായി കുന്നുകൾ മിസോറാമാണ്. മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് മേഘാലയയിലെ കാസി കുന്നുകളിലല്ലേ? ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്? മൗസിൻഡ്രം അല്ലേ. മേഘാലയയിലെ മൗസിൻഡ്രം. അപ്പൊ കാസി കാരോ കുന്നുകൾ എവിടെയാണ്? മേഘാലയയിൽ. ലുഷായി കുന്നുകൾ എവിടെ? മിസോറാമിലാണ്. ലോക്താക് തടാകം എവിടെയാ? മണിപ്പൂരാണ് അല്ലേ. ഹിമാചൽ പ്രദേശിൽ ഒരു തടാകമുണ്ട്, രേണുക തടാകം. രേണുക തടാകം. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക. 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ 326 ഏതാ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചേ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച പ്രധാനമന്ത്രി നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. 1989 61 ഭേദഗതി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 18 വയസ്സാക്കിയത് 1989. എത്രാം ഭേദഗതി? ഭേദഗതി മറന്നു പോരുത്, 61 ഭേദഗതി. ഈ രാജീവ് ഗാന്ധിയുടെ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. കൂറുമാറ്റ നിരോധന നിയമം 1985 കൊണ്ടുവരുന്നത് ആര്? രാജീവ് ഗാന്ധിയാണ്. പൗരത്വ നിയമം ഏത് വർഷമാണ്? പൗരത്വ നിയമം അയിത്ത ദിനം, അയിത്ത വർഷം, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജന വർഷം, അതൊക്കെ 55 അപ്പം പൗരത്വ വർഷം ഏതാണ്? 1955. കൂറുമാറ്റ നിരോധന നിയമം ഏതാ? 1985. ഈ പുതിയ വിദ്യാഭ്യാസ നയം ഏത് വർഷമാണ്? പുതിയ വിദ്യാഭ്യാസ നയം നല്ല ക്വസ്റ്റ്യനാണ്. 86. 1986 പുതിയ വിദ്യാഭ്യാസ നയം. അപ്പം 85 കൂറുമാറ്റ നിരോധന നിയമം. 85 വേറൊരെണ്ണം പറയട്ടെ. സാർക്ക് നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. സാർക്കില്ലേ? സാർക്ക് അതായത് ഇന്ത്യ ഏറ്റവും വലിയ അംഗരാജ്യം ഈ സാർക്കിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ അംഗരാജ്യമേ സാർക്ക്. ഈ സാർക്ക് നിലവിൽ വന്നത് 85. സാർക്ക് രൂപീകരിച്ചത് ധാക്കയിൽ വെച്ച്. പക്ഷെ ആസ്ഥാനം കാഠ്മണ്ഡു. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാർക്ക് നിലവിൽ വന്ന വർഷം എന്ന 1985 സാർക്ക് രൂപീകരിച്ചത് എവിടെ വെച്ചാൽ നേപ്പാളിന്റെ തലസ്ഥാനമായ രൂപീകരിച്ചത് ധാക്കയിൽ വെച്ചും നിലവിൽ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡു. ധാക്ക നമ്മൾ വേറൊരെണ്ണം പഠിക്കത്തില്ലേ? എന്താണ് ധാക്ക? മുസ്ലിം ലീഗ് രൂപീകരിച്ചതും 1906 ധാക്കയിൽ വെച്ചാണ്. മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം എന്നാണ് 1906 ധാക്കയിൽ വെച്ചാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. അഗാഖാനും സലിമുള്ള ഖാനും ചേർന്നല്ലേ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? അവരുടെ ഔദ്യോഗിക ബുക്കിന്റെ പേരല്ലേ ഗ്രീൻ ബുക്ക് എന്ന് പറയുന്നത്? ആരുടെ? മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ബുക്ക്. അപ്പം ബംഗ്ലാദേശിലെ ധാക്ക. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം കബഡി അല്ലേ? ആണ്. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം ഏതാണ്? കബഡിയാണ്. അവിടുത്തെ ദേശീയ മൃഗം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ റോയൽ ബംഗാൾ കടുവ അല്ലേ. റോയൽ ബംഗാൾ കടുവ ബംഗ്ലാദേശിന്റെയും ദേശീയ മൃഗം തന്നെ. റോയൽ ബംഗാൾ കടുവയിൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് മനാസ് ദേശീയ പാർക്ക് കേട്ടോ. റോയൽ ബംഗാൾ കടുവയിൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ ദേശീയ പാർക്ക് ഏതാണ്? മനാസ് ദേശീയ പാർക്ക്. എവിടെ മനാസ് ദേശീയ പാർക്ക്? ആസാമിലാണ്. ആസാം. കാസിരംഗയും ആസാമിലാണ്. കാസിരംഗയും ഏതാണ്? ആസാമിൽ. ഈ ആസാമിൽ പ്രധാനപ്പെട്ട മുഗ സിൽക്സ് എവിടാന്ന് ചോദിച്ചിട്ടുണ്ട്. മുഗ സിൽക്സ് കാണപ്പെടുന്നതും ആസാമിലാണ്. മുഗ മറന്നു പോരുതേ. മുഗ എന്ന് പറയുന്ന സിൽക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? ആസാമിലാണ്. മുറ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുറ സങ്കരയിനം ഒരു എരുമയുടെ പേരാ. സങ്കരയിനം ഒരു എരുമയുടെ പേര് മുറയാണ്. മുറ. ജംന പ്യാരി എന്താണ്? ജംന പ്യാരി സങ്കരയിനം ആടിന്റെ പേര് അല്ലേ. തലശ്ശേരി, ജംന പ്യാരി ഇതൊക്കെ എന്തെന്ന് ചോദിച്ചാൽ സങ്കരയിനം ആടാണ്. അപ്പൊ മുറ എന്താണ്? മുറ എരുമയാണ്. മുഖ എന്താ? മുഖ പട്ടുനൂലാണ് അല്ലേ.
പട്ടുനൂൽ കൃഷി നമ്മൾ പഠിച്ചിട്ടില്ലേ? പട്ടുനൂൽ. എപ്പിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെടുന്നത്? എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ അല്ലേ? തേനീച്ച സെറികൾച്ചറാണ് പട്ടുനൂൽ പുഴു. അപ്പോൾ പട്ടുനൂൽ പുഴു വളർത്തൽ സെറികൾച്ചർ, എപ്പിക്കൾച്ചർ തേനീച്ച. ഫ്ലോറികൾച്ചർ എന്താ? ഫ്ലോറികൾച്ചർ പൂക്കൾ കൃഷി അല്ലേ? പൂക്കൾ കൃഷിയാണ് ഫ്ലോറികൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്താ? ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ കൂണിക്കൾച്ചർ അല്ലേ? മുയൽ വളർത്തൽ ആണ്. കൂണിക്കൾച്ചർ ഏതെന്ന് ചോദിച്ചാൽ മുയൽ വളർത്തല. കൂൺ വളർത്തൽ ഏതാണ്? കൂണിക്കൾച്ചറാണ് ഏതെന്ന് പറയുന്നത്? മുയൽ വളർത്തൽ നമ്മൾ പറയാറുണ്ട് അല്ലേ? മഷ്റൂം കൾച്ചറാണ് കൂൺ വളർത്തൽ നമ്മൾ പറയേണ്ടത്. മാരി കൾച്ചർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. മാരി കൾച്ചർ ഏതാണെന്ന് അറിയാമോ? കടൽ വിഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മാരി കൾച്ചർ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദിക്കുന്നത് പിസി കൾച്ചർ ആയിരിക്കും. പിസി കൾച്ചർ ഏതായിരുന്നു? പിസി കൾച്ചർ മത്സ്യകൃഷി അല്ലേ? മത്സ്യകൃഷിയാണ് പിസി കൾച്ചർ. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടില്ലേ? നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മത്സ്യ ഉൽപാദനം. അപ്പൊ പിസി കൾച്ചർ മത്സ്യകൃഷിയാണ്. നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെടുന്നത്? മത്സ്യ ഉൽപാദനമാണ്. രജത വിപ്ലവം എന്താണ്? രജത വിപ്ലവം മുട്ട ഉൽപാദനം അല്ലേ? സിൽവർ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെടുന്നത്? മുട്ട ഉൽപാദനമായിട്ട് അല്ലേ? രജത വിപ്ലവം അല്ലേ? രജത ജൂബിലി എത്രാം വാർഷികമാണ്? രജത ജൂബിലി അല്ലെങ്കിൽ സിൽവർ ജൂബിലി 25 രജത ജൂബിലി 25. ഗോൾഡൻ ജൂബിലിയാണ് 50 പറയുന്നത് അല്ലേ? ഡയമണ്ട് ജൂബിലി എത്രയാണ്? ഡയമണ്ട് ജൂബിലി 60. അപ്പോൾ ഗോൾഡൻ ജൂബിലി അഥവാ സുവർണ ജൂബിലി 50ാം വാർഷികം പറയാം. ഡയമണ്ട് ജൂബിലി എത്രയാണ്? 60 പറയാം. പ്ലാറ്റിനം 75. പ്ലാറ്റിനം ജൂബിലി എത്രയാണ്? 75. അപ്പം ഡയമണ്ട് ജൂബിലി ഏതാണ്? 60ാം വാർഷികമാണ്. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി സൂററ്റ് ആണ്. ഇന്ത്യയുടെ വജ്ര നഗരം എന്ന് വിളിക്കുന്നത് ഏതാണ്? സൂററ്റ് ആണ് അല്ലേ? സൂററ്റ് ആണ്. എവിടെയാണ് സൂററ്റ്? ഗുജറാത്തിലല്ലേ സൂററ്റ് എന്ന് പറയുന്നത്? ഗുജറാത്തിലാണ്. ഉപ്പ്, നിലക്കടല, പരുത്തി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്താണ്. ഉപ്പ്, നിലക്കടല, പരുത്തിയൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ? ഈ പരുത്തി ഗുജറാത്തിലാണെങ്കിലും പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ് കേട്ടോ. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ ഏതാണ്? മഹാരാഷ്ട്ര. അതുപോലെ പരുത്തി തുറമുഖം ഏതാ? പരുത്തി തുറമുഖം മുംബൈ തുറമുഖമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് എന്തിനാണ്? മുംബൈ തുറമുഖമാണ്. പരുത്തി തുണി മില്ലുകൾ ഏറ്റവും കൂടുതൽ എവിടെ? മഹാരാഷ്ട്രയിൽ. പരുത്തി ഏറ്റവും കൂടുതൽ എവിടെയാണ്? പരുത്തി ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് നമ്മൾ പറയുന്നത്. ഗുജറാത്തിലല്ലേ ഉപ്പ് സത്യാഗ്രഹം നടന്നത്? ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമാണ്? 1930 അല്ലേ? ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവാര? ധരാസന സരോജിനി നായിഡു. ധരാസന ഉപ്പ് സത്യാഗ്രഹം ആരുമായി ബന്ധപ്പെടുന്നത്? സരോജിനി നായിഡു ആയിരുന്നു അല്ലേ? സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേര് ചോദിച്ചിട്ടില്ലേ? സരോജിനി നായിഡുവിന്റെ ആത്മകഥയുടെ പേര് ബ്രോക്കൺ വിങ്സ് എന്നതാണ്. എന്തായിരുന്നു ആത്മകഥ? ബ്രോക്കൺ വിങ്സ് അല്ലേ? വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാമിന്റെ ആണ്. സരോജിനി നായിഡുവിന്റെ ബ്രോക്കൺ വിങ്സ്. അതുപോലെ പ്രധാന ഒരു കൃതിയാണ് ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുടെ വീട്ടുപേരും ഗോൾഡൻ ത്രഷോൾഡ് ആണ്. മറ്റൊരു പ്രധാന കൃതിയാണ് സരോജിനി നായിഡുവിന്റെ ഏതായിരുന്നു? ഗോൾഡൻ ത്രഷോൾഡ്, ബ്രോക്കൺ വിങ്സ്. ബ്രോക്കൺ വിങ്സ് അവരുടെ ആത്മകഥ തന്നെ നമുക്ക് പറയാം. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പരീക്ഷയ്ക്ക് സരോജിനി നായിഡു അല്ലയുടെ INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ഏത് വർഷമായിരുന്നു? INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത 1925 കാൺപൂർ സെക്ഷൻ അല്ലേ? 25ലെ കാൺപൂർ സെക്ഷനിലാണ് അവർ ഇന്ത്യൻ വനിത പ്രസിഡന്റ് ആയത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ലാതെ വനിത 17 ആനി ബസന്റ് കൊൽക്കത്ത അല്ലേ? ആനി ബസന്റ് കൊൽക്കത്തയാണ് INCയുടെ ആദ്യത്തെ വനിത ഏതെന്ന് ചോദിച്ചാൽ. INCയിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള അല്ലേ? ബാരിസ്റ്റർ GP പിള്ളയാണ് ആദ്യ മലയാളി. എന്തൊക്കെ പറയാം? ബാരിസ്റ്റർ GP പിള്ളയെ മലയാളി മെമ്മോറിയൽ എഴുതിയത് ബാരിസ്റ്റർ GP പിള്ള അല്ലേ? എഴുതിയതല്ല, മലയാളി മെമ്മോറിയലിന്റെ നേതാവ് ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയെ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ GP പിള്ളയല്ലേ? ആണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്ന ഒരേ ഒരു മലയാളിയും ബാരിസ്റ്റർ GP പിള്ള. അതുപോലെ നല്ലൊരു ചോദ്യം പറയട്ടെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാൽ ഈ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള നമ്മൾ പറയാറുണ്ട്. എന്ന മലയാളി മെമ്മോറിയൽ 1891 അല്ലേ? 91 വരെ മലയാളി മെമ്മോറിയൽ ആണ്. 91. 93 അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നടത്തിയില്ലേ? അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര 93 അല്ലേ? 95 എന്തായിരുന്നത്? 95 മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് വർഷമാണ്? 1895. വലിയ അണക്കെട്ട് ഏതാ? വലിയ അണക്കെട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ടാണ്.
അണക്കെട്ടാണ്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഏത് നദിയിലാണ് മലമ്പുഴ അണക്കെട്ട്? ഭാരതപ്പുഴയിലാണ്. മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ്? ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നു? ഭാരതപ്പുഴ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു. ഏതൊക്കെയാ? തൃശ്ശൂർ അല്ലേ, കേരള കലാമണ്ഡലം നമ്മൾ പഠിക്കുമ്പോൾ തൃശ്ശൂർ പഠിക്കും. മലമ്പുഴ പഠിച്ചപ്പം പാലക്കാട് പഠിച്ചു. പിന്നെ ഏത് പഠിക്കും? പൊന്നാനിക്കടുത്ത് വെച്ചല്ലിയോടെ അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ ഏത് പറയാം? മലപ്പുറവും പറയാം. അപ്പം തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറമാണ് ഭാരതപ്പുഴ പതിക്കുന്ന 3 ജില്ലകൾ, ഒഴുകുന്ന 3 ജില്ലകൾ. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ ഒഴുകുന്നു എന്നറിയാമോ? വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു. ഏതൊക്കെയാണെന്നറിയാമോ? 1 കോട്ടയം, 2 എറണാകുളം, 3 ആലപ്പുഴ. നമുക്ക് പഠിക്കാൻ എറണാകുളം എളുപ്പം. കൊച്ചി നമ്മുടെ തുറമുഖം വേമ്പനാട്ട് കായലല്ലേ. കൊച്ചി തുറമുഖം ഏത് കായലിൽ എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ. അപ്പോൾ എറണാകുളം പഠിച്ചു. പിന്നെ നമുക്ക് വൈക്കം ക്ഷേത്രം, കുമരകം, ഇതൊക്കെ വേമ്പനാട്ട് കായലാകുമ്പോൾ കോട്ടയം പഠിച്ചു. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആലപ്പുഴ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ, തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ. അപ്പം വേമ്പനാട്ട് കായൽ എത്ര ജില്ലകൾ? 3 ജില്ലകൾ. പെരിയാർ എത്ര ജില്ലകളിലൂടെ പോകുന്നുണ്ട്? പെരിയാർ 2 ജില്ലയേ ഉള്ളൂ. ഇടുക്കിയും നമ്മുടെ എറണാകുളവും. ഇടുക്കിയും എറണാകുളത്തുമാണ് പെരിയാർ എന്ന് പറയുന്നത്. ആലുവ പെരിയാറിൻ്റെ തീരത്തല്ലി, അതുപോലെ കാലടി പെരിയാറിൻ്റെ തീരത്തല്ലി, മലയാറ്റൂർ പെരിയാറിൻ്റെ തീരത്തല്ലി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ പെരിയാറിനാണ്. ജലവൈദ്യുത പദ്ധതികൾ. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏതെന്ന് വെച്ചാൽ ഭാരതപ്പുഴയ്ക്കാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഏത് നദിക്കാണ്? ഭാരതപ്പുഴ. ജലവൈദ്യുത പദ്ധതികൾ പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? മഞ്ചേശ്വരം പുഴ. വലിയ നദി ഏതാ? പെരിയാർ. ഒന്നാമത്തെ വലിയ നദി പെരിയാർ. പിന്നെ പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് വരുന്നു, ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് വരുന്നു, പമ്പ ഏതാണ്? പുളിച്ചി മലയിൽ നിന്ന് വരുന്നു. പമ്പ എവിടെ നിന്നാ? പുളിച്ചിമല. ചാലിയാർ ഏതിൽ നിന്നാണ് വരുന്നത്? ചാലിയാർ ഇളമ്പലേരി കുന്നിൽ നിന്നാണ് അല്ലേ. ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നിൽ നിന്ന്. അടുത്ത ചാലക്കുടി പുഴയോ? ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പം ഭാരതപ്പുഴയും ചാലക്കുടി പുഴയും ആനമലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചാലിയാർ എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി ഏതാ കേരളത്തിൽ? ജൈവ വൈവിധ്യം, മത്സ്യസമ്പത്ത്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചാലക്കുടി പുഴയിലാണ് അല്ലേ. ചാലക്കുടി പുഴയിലല്ലേ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം? അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയിലാണ് നമ്മൾ പറയേണ്ടത്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പം കൊച്ചു റിവിഷനേ ആയുള്ളൂ. ഇന്നത്തെ പോർഷൻസിലേക്ക് പോകാം. ചിലപ്പോൾ അത് ലേറ്റ് ആയാലോ. നല്ലൊരു പോർഷനാണ് നബാർഡ്. നമുക്ക് നോക്കാം നബാർഡിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന്. നബാർഡ് നമുക്ക് നോക്കാം. നബാർഡ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, നബാർഡ് നിലവിൽ വന്ന വർഷം 1982 ജൂലൈ 12 കേട്ടോ. നബാർഡ് നിലവിൽ വന്നതെന്നാണ് 1982 ജൂലൈ 12. ഡേറ്റോടുകൂടി പഠിക്കണേ. 82 ജൂലൈ 12 ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമാണ്. ജൂലൈ 1 ഏത് ദിനമാണ്? ഡോക്ടേഴ്സ് ദിനം. ജൂലൈ 26 കണ്ടൽ വന ദിനമാണ്. കണ്ടൽ വന ദിനം എന്നാണ് ജൂലൈ 26. ജൂലൈ 29 കടുവാ ദിനമാണ്. ജൂലൈ 29 ഏത് ദിനമാണ്? കടുവാ ദിനം. ജൂലൈ 21 ഏതാണ്? ജൂലൈ 21 ചാന്ദ്രദിനമാണ്. ജൂലൈ 21 ഏതാ? ചാന്ദ്രദിനം. അപ്പം ജൂലൈ 21 ചാന്ദ്രദിനം. ജൂലൈ 26 ഏതാണ്? ജൂലൈ 26 കണ്ടൽ വന ദിനം. മറന്നു വരുന്നത് കണ്ടൽ വന ദിനം. ജൂലൈ 29 കടുവാ ദിനമാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം പറഞ്ഞ. കടുവയുടെ ശാസ്ത്രീയ നാമം പന്തേറ ടൈഗ്രിസ്. ഏതായിരുന്നു? പന്തേറ ടൈഗ്രിസ്. പന്തേറ ലിയോ എന്തിൻ്റെയാ? അത് സിംഹത്തിൻ്റെ ആയിരുന്നു അല്ലേ. ബോസ് ടോറസ് എന്തിൻ്റെയാണെന്നറിയാമോ? ബോസ് ടോറസ് പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണ്. പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബോസ് ടോറസ് എന്ന് പറയുന്നത്. മറന്നു പോരുത്. ഒറൈസ സറ്റൈവ എന്തിൻ്റെ? ഒറൈസ സറ്റൈവ നെല്ല്. ഒറൈസ സറ്റൈവ എന്തിൻ്റെ? നെല്ല്. കൊക്കോസ് ന്യൂസിഫറ എന്തിൻ്റെ? കൊക്കോസ് ന്യൂസിഫറ തെങ്ങിൻ്റെ. ഒറൈസ സറ്റൈവ നെല്ല്. കൊക്കോസ് ന്യൂസിഫറ എന്തിൻ്റെയാണ്? തെങ്ങിൻ്റെയാണ്. അതൊന്ന് ഓർക്കണേ. മാനിഹോട്ട് യൂട്ടിലിസിമ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ്. മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. അപ്പം നബാർഡ് നിലവിൽ വന്ന വർഷം എന്നാണ് 1982 ജൂലൈ 12. നബാർഡ് രൂപീകരണ കമ്മീഷൻ ശിവരാമൻ കമ്മീഷനാണ്. നബാർഡ് രൂപീകരണ കമ്മീഷൻ. ബാങ്കിങ് പരിഷ്കരണ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ബാങ്കിങ് നരസിംഹം കമ്മീഷൻ. നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കുകളൊക്കെ കൊണ്ടുവരുന്നത് നരസിംഹം കമ്മീഷൻ. അപ്പം ബാങ്കിങ് പരിഷ്കരണ കമ്മീഷൻ ഏതാണ്? നരസിംഹം കമ്മീഷനാണ്. അപ്പം 82 ജൂലൈ 12 ആസ്ഥാനം മുംബൈയാണ്. മൊത്ത പേരെന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതിലൂടെ തന്നെ നമ്മൾ പഠിച്ചല്ലോ
പഠിച്ചല്ലോ. എന്തൊക്കെയാണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്ക്, ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നും വിളിക്കുന്നു. എന്താണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? നബാർഡിനെയാണ്. ശിവരാമൻ കമ്മിറ്റി പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കുന്നത്. ബാങ്കിങ് പരിഷ്കരണ കമ്മീഷൻ ഏതാ? അത് നരസിംഹ കമ്മിറ്റി. റിസർവ് ബാങ്ക് രൂപീകരിച്ച കമ്മിറ്റി ഏതാ? അത് ഹിൽട്ടൺ എങ്ങ കമ്മീഷൻ അല്ലേ? റിസർവ് ബാങ്ക് ഹിൽട്ടൺ എങ്ങല്ലേ? ഇത് ശിവരാമൻ കമ്മിറ്റി. റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന്റെയും ഓഹരി മൂലധനം, അവാർഡിന്റെ അല്ല, കേന്ദ്ര സർക്കാരിന്റെയും ഓഹരി മൂലധനം തുല്യമായി വീതിച്ചു നൽകിയിരിക്കുന്നു കേട്ടോ, തുല്യമായി വീതിച്ചിരിക്കുന്നു. അടുത്ത നോക്കെ, സംസ്ഥാന സഹകരണ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് എന്നിവർക്ക് പുനർവായ്പയായി സഹായം നൽകുക. ഇവർക്കൊക്കെ സഹകരണ ബാങ്കിനും ഗ്രാമീൺ ബാങ്കിനും ഒക്കെ പുനർവായ്പാ സഹായം നൽകുക, വായ്പാ സഹായം നൽകുക, അത് പരിശോധിക്കുക, കാര്യങ്ങളൊക്കെ നബാർഡ ചെയ്യുന്നത് തുടങ്ങിയവയാണ് ചുമതലകൾ. റിസർവ് ബാങ്ക്, ലോക ബാങ്ക് എന്നിവയിൽ നിന്നാണ് ഇതിന് ധനസമാഹരണം കിട്ടുന്നത്. റിസർവ് ബാങ്കിൽ നിന്നും ലോക ബാങ്കിൽ നിന്നും ഇത് ധനസഹായം കിട്ടുന്നുണ്ട്. 100 കോടി രൂപ മൂലധനത്തിലാണ് ഇത് തുടങ്ങിയത്. നബാർഡ് ഇപ്പോൾ പ്രവർത്തന മൂലധനം 2000 കോടി രൂപയാണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ വന്നാലോ, അതുകൊണ്ടാണ് എഴുതിയത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിയാണ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയി ഇപ്പോഴും ചോദിച്ചു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് ആണ്. ആരാടെ? നബാർഡ്. നബാർഡ് നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 1982 ജൂലൈ 12. ഏത് കമ്മിറ്റി പ്രകാരം വന്നു? ഏത് കമ്മിറ്റി പ്രകാരം? ശിവരാമൻ കമ്മിറ്റി. ആസ്ഥാനം എവിടെയാ? മുംബൈയാണ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി വന്ന ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നു. റിസർവ് ബാങ്കും ലോക ബാങ്കുമാണ് ധനസഹായം. 100 കോടി രൂപയിൽ നിന്നും ഇപ്പൊ എത്ര? 2000 കോടി രൂപയാണ് മൂലധന സമ്പാദ്യം എന്ന് വിളിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഇന്റർമീഡിയറി ആണ്, ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. അരുണ രക്താണുക്കളും ശ്വേതരക്താണുക്കളും ഞാൻ നല്ല രീതിയിൽ ബോക്സ് ആക്കി തന്നിട്ടുണ്ട്. അരുണ രക്താണുക്കളെ എറിത്രോസൈറ്റ് എന്ന് വിളിച്ചാൽ ശ്വേതരക്താണുക്കളെ ലൂക്കോസൈറ്റ് എന്ന് വിളിക്കുന്നു. അരുണ രക്താണുക്കൾ എറിത്രോസൈറ്റ് ആണെങ്കിൽ ശ്വേതരക്താണുക്കൾ ലൂക്കോസൈറ്റ്. ആയുസ് 120 ദിവസം, ആയുസ് 10-15 ദിവസമേ ഉള്ളൂ. തെറ്റിപ്പോരുതേ. അരുണ രക്താണുക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത്. എന്നാലും എറിത്രോസൈറ്റ് അരുണ രക്താണുവാണെങ്കിൽ ശ്വേതരക്താണുവാണ് ലൂക്കോസൈറ്റ്. 120 ദിവസം അരുണ രക്താണുവെങ്കിൽ ശ്വേതത്തിൻ്റെത് 10-15 ദിവസം വരെ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്ന രോഗം. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥയാണ് ലുക്കീമിയ. കണ്ടോ? ലുക്കീമിയ, നമ്മൾ രക്താർബുദം എന്ന് പറയുന്നത്. അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ. അപ്പൊ ലുക്കീമിയ ഉണ്ട്, ലൂക്കോപീനിയ ഉണ്ട്. ശ്വേതരക്താണുവാണ്. അത് പോയിന്റ് കണ്ടേ, ചിലവർ ഇങ്ങനെ അങ്ങ് വായിച്ചങ്ങ് വിടും. അവിടെ ചെല്ലുമ്പം സ്റ്റേറ്റ്മെന്റ് അരുണ രക്താണു എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ശരിയാണെന്ന് പറഞ്ഞു. അതൊന്ന് ശ്രദ്ധിച്ചോണം നിങ്ങളെ. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ലുക്കീമിയ. അളവ് കുറയുന്ന അവസ്ഥ എന്താണ്? ലുക്കീപീനിയ എന്ന് വിളിക്കുന്നു. ലുക്കീപീനിയ. അടുത്ത നോക്കേ, അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്നത് ഏതാണ്? നമ്മുടെ പ്ലീഹയാണ്. അരുണരക്തം നല്ലൊരു പോയിന്റ് ആണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് ഏതാണ്? പ്ലീഹ. ഏറ്റവും നല്ല 2 പോയിന്റ് കിടക്കുന്നുണ്ടോ? ഏറ്റവും വലിയ ശ്വേതരക്താണുവിന്റെ പേര് മോണോസൈറ്റും ഏറ്റവും ചെറിയ ശ്വേതരക്താണുവിന്റെ പേര് ലിംബോസൈറ്റുമാണ്. ഏറ്റവും വലുതേതാണ്? മോണോസൈറ്റ്. ഏറ്റവും ചെറുതേതാണ്? ലിംബോസൈറ്റ്. മർമ്മമില്ലാത്ത രക്തകോശവും അരുണ രക്താണുവാണ്. പക്ഷെ ഇവിടെ കണ്ടോ, മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നാണ് ഇവരെ വിളിക്കുന്നത്. ആരെയാ? ശ്വേതരക്താണുക്കളെ. നല്ലൊരു പോയിന്റ്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കുന്നത് എന്തിനാ? ശ്വേതരക്താണുക്കൾ. ഏറ്റവും വലിയ ശ്വേതരക്തം മോണോസൈറ്റും ഏറ്റവും ചെറുതേതാണ്? ലിംബോസൈറ്റുമാണ്. നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ B9 B12. ഇത് നമ്മൾ രോഗം പഠിച്ചിട്ടില്ലേ? B9 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെർണീഷ്യസ് അനീമിയ പഠിച്ചിട്ടില്ലേ? B9 കുറവ് മൂലം ഉണ്ടാകുന്നത് മെഗലോബ്ലാസ്റ്റിക്കും B12 കുറവ് മൂലം ഉണ്ടാകുന്നത് പെർണീഷ്യസ് അനീമിയ. അത് നമ്മൾ പഠിച്ചു. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശ്വേതരക്താണുവാണ് ലിംബോസൈറ്റ്. നേരത്തെ നമ്മൾ പഠിച്ചു ഏറ്റവും ചെറിയ ശ്വേതരക്താണ് ലിംബോസൈറ്റ്. ഇവർ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവിന്റെ പേരും ലിംബോസൈറ്റിനെയാണ്. നമ്മൾ പഠിക്കില്ലേ HIV ബാധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ലിംബോസൈറ്റ് എന്നല്ലേ നമ്മൾ അവയവം ചോദിച്ചാൽ പറയുന്നത്. HIV വൈറസ് ബാധിക്കുന്നത് ലിംബോസൈറ്റ്. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ലിംബോസൈറ്റില്. ഏറ്റവും ചെറുത് ലിംബോസൈറ്റ്. ഏറ്റവും വലുത് ഏതാണ്? മോണോസൈറ്റ് ആണ് അല്ലെ? പക്ഷെ മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കുന്നതും ശ്വേതരക്താണുക്കളെയാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്ന അവയവം ഏതാ? അത് പ്ലീഹയാണ്. നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ആരൊക്കെയാണ്? B9 B12. B9 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B12 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? അത് പെർണീഷ്യസ് അനീമിയ. കിട്ടുമല്ലോ. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. അടുത്തതൊക്കെ വയലാർ അവാർഡ് നേടിയ കൃതികൾ. ഉറപ്പ് പ്രതീക്ഷിച്ചോ മലയാളത്തിൽ നിങ്ങൾക്ക്. എല്ലാം ഞാൻ എഴുതിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട
വ്യക്തികളുണ്ടല്ലോ, അത് നിങ്ങളല്ലാതെ കിട്ടുന്ന നോട്ടും കൂടെ അങ്ങ് പഠിച്ചേക്കണം. എനിക്ക് തോന്നിയതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് എഴുതിയിട്ടുണ്ട്. ആദ്യം ബേസ് എടുത്തേക്കുന്നുണ്ടോ. എന്നാൽ വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയ വർഷം 1977 ഒക്ടോബർ 27-നാണ് ഇത് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒക്ടോബർ 27-നാണ് ഇത് കൊടുക്കുന്നത്. 77-ലാണ് ഇത് ഏർപ്പെടുത്തിയത്. പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ് അല്ലേ. വയലാർ അവാർഡ് പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. ആദ്യം ലഭിച്ചത് കൊല്ലം കൊട്ടാരക്കരക്കാരിയായ കോട്ടവട്ടത്തെ ലളിതാംബിക അന്തർജനമാണ്. അന്തർജനത്തിൻ്റെ ഏത് കൃതിക്കാണ്? അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്ക്. അപ്പോൾ ആദ്യമായിട്ട് വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതാണ്? ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. ഈ വർഷത്തെ വയലാർ അവാർഡ് ആർക്കായിരുന്നു? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് ശ്രീകുമാരൻ തമ്പി അല്ലേ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് തന്നെ അല്ലേ ഏതാ? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലത്തിനാണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓക്കെ. അടുത്തത് 2022 വയലാർ അവാർഡ് കിട്ടിയത് എസ് ഹരീഷിൻ്റെ മീശയ്ക്കാണ്. 2022 കിട്ടിയത്. 23 വയലാർ അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം അല്ലേ. 21 കൂടെ പഠിച്ചുതരാം. ബെന്യാമൻ്റെ മാൻതളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഏതായിരുന്നു? ബെന്യാമൻ്റെ മാൻതളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 22 ഹരീഷിൻ്റെ മീശ, 23 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം തന്നിട്ടുണ്ട്. രണ്ടാമത്തെ വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണെന്നറിയാമോ? രണ്ടാമത്തെ PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നാണ്. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ പഠിച്ചിട്ടുണ്ട് എവിടെങ്കിലും? കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ നോവൽ ഏതാണെന്ന് ചോദിച്ചിട്ടില്ലേ? കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയത് ഇനി ഞാൻ ഉറങ്ങട്ടെയാണ്. PK ബാലകൃഷ്ണൻ്റെ ആയിരുന്നു കേട്ടെ. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയത് രണ്ടാം ഊഴമല്ലേ, MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. അതാണ്ട് ഇനി വയലാർ അവാർഡ് കിട്ടിയത് ONV കുറുപ്പ്. ONV കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ്? ഉപ്പ്. 1982-ലാണ് കേട്ടോ. 1982 ഉപ്പിനാണ് ONV കുറുപ്പിന് വയലാർ അവാർഡ് കിട്ടിയത് അല്ലേ. ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അക്ഷരത്തിനാണ്. അക്ഷരം, പിന്നെ അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അക്ഷരം, കേരള സാഹിത്യ അക്കാദമി അഗ്നിശലഭങ്ങൾ. വയലാർ അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡൊക്കെ ONV കുറുപ്പിന് ഉപ്പിനാണ് കേട്ടോ. ONV കുറുപ്പിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച വർഷം മറന്നു പോരുത്. 2008 ജ്ഞാനപീഠം ലഭിച്ച വർഷം. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? 2000. അപ്പം ONV കുറുപ്പിന് ഒപ്പ് 1982. ജ്ഞാനപീഠം 65 G ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT വാസുദേവൻ നായർ അല്ലേ. 95 ആർക്കായിരുന്നേ? MT വാസുദേവൻ നായർക്കായിരുന്നു. അപ്പം ഓർത്തു വെച്ചു. പിന്നെ അവസാനം കെടുത്തിരിക്കുന്ന ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2019. അപ്പോൾ ONV കുറുപ്പല്ലേ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആരുടെ? ONV കുറുപ്പിൻ്റെ. അടുത്തൊക്കെ MT വാസുദേവൻ നായർക്ക് രണ്ടാം ഊഴത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത് 85. ആദ്യ കൃതി ഏതാ? MTയുടെ ആദ്യ കൃതി നാലുകെട്ടാണ്. ആദ്യത്തെ നോവൽ നാലുകെട്ട്. അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രം പഠിക്കാറില്ലേ? അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രം MTയുടെ നാലുകെട്ടിലെയായിരുന്നു അല്ലേ. ഭ്രാന്തൻ വേലായുധൻ ഏതിലെ? MTയുടെ ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് അല്ലേ. ഇരുട്ടിൻ്റെ ആത്മാവ്. അതുപോലെ സർദാർജി, ബുദ്ധു, വിമല ഇതൊക്കെ MTയുടെ മഞ്ഞിലെയാണ്. സർദാർജി, ബുദ്ധു, വിമലയൊക്കെ MTയുടെ മഞ്ഞിലെയാണ്. അതുപോലെ നല്ലൊരു ചോദ്യമുണ്ട്. കാലം MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയ കാലം. അതിലെ നായകൻ സേതുവാണ്. കാലത്തിലെ നായകൻ ആരായിരുന്നു? സേതുവാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവിൽ ആരായിരുന്നത്? ഇരുട്ടിൻ്റെ ആത്മാവിൽ ഭ്രാന്തൻ വേലായുധൻ. രണ്ടാം ഊഴത്തിലാരാ? ഭീമൻ. MTക്ക് വയലാർ അവാർഡ് കിട്ടിയ കൃതി രണ്ടാം ഊഴമാണ്. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് കിട്ടിയത് അമ്പലമണിക്കാണ് 1984 കേട്ടോ. 80. എവിടെയാണ് സുഗതകുമാരി ജനിച്ചത്? ആറന്മുള അല്ലേ. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള വാഴുവേലിൽ തറവാടാണ് സുഗതകുമാരിയുടെ വീട്ടുപേര്. അപ്പോൾ സുഗതകുമാരിക്ക് അമ്പലമണിക്കാണ് കിട്ടിയിരിക്കുന്നത്. OV വിജയന് കിട്ടിയിരിക്കുന്നത് ഗുരുസാഗരത്തിനാണ് കേട്ടോ. 91 ഗുരുസാഗരത്തിന്. OV വിജയൻ മറന്നു വരുന്നത്. പലരും OV വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം ചിന്തിക്കും. അല്ല, വയലാർ അവാർഡ് ഗുരുസാഗരത്തിനാണ്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ തന്നെയാണ്. 80 കയറാണ് തകഴിക്ക് കിട്ടിയത്. അപ്പോൾ തകഴിക്ക് ഏതാണ്? കയർ. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയറാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ കയർ. ഏറ്റവും വലിയ നോവൽ ഏതാ? വിലാസിനിയുടെ അവകാശികളാണ് അല്ലേ. വിലാസിനിയുടെ അവകാശികൾ രണ്ടാമത്തെ വലിയ നോവൽ തകഴിയുടെ കയറാണ്. മറന്നു പോരുത്. തകഴിക്ക് കയറിന് 80 കിട്ടുന്നത്. അടുത്ത നോക്കിയാൽ നല്ലൊരു പോയിന്റ്. മുകുന്ദന് മറന്നു പോരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. കേശവന്റെ വിലാപങ്ങൾ. 2003 കേശവന്റെ വിലാപങ്ങളാണ് മുകുന്ദന് കിട്ടുന്നത്. നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. കേശവന്റെ വിലാപങ്ങൾ ആരുടെയാണ് കേന്ദ്ര കഥാപാത്രം? EMSനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ നോവലല്ലയുടെ മുകുന്ദന്റെ കേശവന്റെ വിലാപങ്ങൾ. EMSനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ മുകുന്ദന്റെ നോവൽ ഏതാണ്? കേശവന്റെ വിലാപങ്ങൾ. മുകുന്ദനെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതല്ല. ഏതാ? മലയാളത്തിൽ ആദ്യ സൈബർ നോവലായി നൃത്തം എഴുതിയത്
എഴുതിയതാരെന്ന് വെച്ചിട്ടില്ലേ? മലയാളത്തിൽ ആദ്യ സൈബർ നോവലായ നൃത്തം എഴുതിയത് എം മുകുന്ദൻ, മുകുന്ദനാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ വികൃതികൾ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, ഇതൊക്കെ ആരുടെയാ? എം മുകുന്ദൻ. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദനല്ലേ? ആണ്. അപ്പം കേശവന്റെ ബിലാപങ്ങളിലെ നായകനാരാടെ? EMS. നല്ലൊരു പോയിന്റാണ് EMS. അടുത്ത വൈലോപ്പള്ളി, മകരക്കൊയ്ത്തിനാണ് കേട്ടോ. മാമ്പഴത്തിന് എന്ന് പറഞ്ഞു കളയരുത്, മകരക്കൊയ്ത്തിനാണ്. മാമ്പഴമൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കവിതയാണ് അല്ലേ? അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ, അതൊക്കെ വൈലോപ്പള്ളിയുടെ. ശ്രീ എന്ന തൂലികാനാമം വൈലോപ്പള്ളിക്കാണ്. ശ്രീ, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവും വൈലോപ്പള്ളിയാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന് വിളിക്കുന്നത് വൈലോപ്പള്ളിയാണ്. വൈലോപ്പള്ളിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം ഏതാണെന്നറിയാമോ? ഇങ്ങനെ ചോദിക്കാം: വിട, കയ്പവല്ലരി, സഖ്യന്റെ മകൻ, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്. വിട, കയ്പവല്ലരി, സഖ്യന്റെ മകൻ, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, ഇതൊക്കെ ആരുടെ പ്രശസ്ത കൃതിയാണ്? മാമ്പഴം. ഇതൊക്കെ വൈലോപ്പള്ളിയുടെ ആത്മകഥ പഠിച്ചു വെച്ചിരിക്കണേ. എന്താണെന്നറിയാമോ? എൻ്റെ കാവ്യലോക സ്മരണകൾ. എൻ്റെ കാവ്യലോക സ്മരണകളാണ് വൈലോപ്പള്ളിയുടെ ആത്മകഥയുടെ പേര്. അടുത്ത മാധവിക്കുട്ടിയുടേത് ആത്മകഥാപരമായ ബുക്ക് തന്നെയാണ്. നീർമാതളം പൂത്ത കാലത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിന് 2 ആത്മകഥയില്ലേ? മാധവിക്കുട്ടിയുടെ 2 ആത്മകഥ, എൻ്റെ കഥയും ഉണ്ട്, നീർമാതളം പൂത്ത കാലവും ആത്മകഥാപരമായ ബുക്കാണ്. സാറാ ജോസഫിന്റെ ഏറ്റവും പ്രശസ്ത കൃതി അലാഹയുടെ പെൺമക്കൾ. സാറാ ജോസഫ് എന്ന് കേൾക്കുമ്പോഴേ ഓടി വരുന്നതാ അല്ലേ? അലാഹയുടെ പെൺമക്കൾ. ഇതിലെ ആ നായികയുടെ പേര് കൊക്കാഞ്ചിറ മറിയം. കൊക്കാഞ്ചിറ മറിയം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടില്ലേ? അലാഹയുടെ പെൺമക്കളാണ്. സി രാധാകൃഷ്ണന്റെ ഉണ്ടോ? മുമ്പേ പറക്കുന്ന പക്ഷികൾ. സി രാധാകൃഷ്ണന്റെ ഏതാണ്? മുമ്പേ പറക്കുന്ന പക്ഷികൾ. സി രാധാകൃഷ്ണന് വേറൊരു കൃതിയുണ്ട്, തീക്കടൽ കടഞ്ഞ് തിരുമധുരം. തീക്കടൽ LDC പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്താണെന്നറിയാമോ? എഴുത്തച്ഛന്റെ ജീവിതത്തെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയത്. എഴുത്തച്ഛന്റെ ജീവിതത്തെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയത് ഏതാ? മുമ്പേ പറക്കുന്ന പക്ഷികൾ. ആരുടെയായിരുന്നു? സി രാധാകൃഷ്ണന്റെ ആയിരുന്നു. ഓർമ്മ വേണേ. അടുത്തത് സി രാധാകൃഷ്ണന് വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതാ? മുമ്പേ പറക്കുന്ന പക്ഷികൾ. MK സാനുവിന് ഒരു പ്രത്യേക കൃതിയുണ്ടോ? ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന പ്രശസ്ത കൃതിക്കാണ് MK സാനുവിന് വയലാർ അവാർഡ് കിട്ടിയത്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്തത് ആനന്ദിന്റെ പ്രശസ്ത കൃതി മരുഭൂമികൾ ഉണ്ടാകുന്നത് വയലാർ അവാർഡ് കിട്ടി. NN കക്കാടിൻ്റെത് സഫലമീ യാത്ര. ആർദ്രമീ ധനുമാസരാവുകളിലെന്നും എന്ന് തുടങ്ങുന്ന വരി, അല്ലെങ്കിൽ വിഷു വരും, വർഷം വരും, തിരുവോണം വരും, അത് സഫലമീ യാത്ര. NN കക്കാടിന് വയലാർ അവാർഡ്. നാരായണൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. കോവിലന് വയലാർ അവാർഡ് കിട്ടിയത് തട്ടകം. മലയാറ്റൂരിന് വയലാർ അവാർഡ് യന്ത്രം. പലരും വേരുകൾ എന്ന് പറഞ്ഞാളെ, അല്ല, മലയാറ്റൂരിന് വയലാർ അവാർഡ് ഏതാണ്? യന്ത്രമാണ്. വേരുകൾ നമ്മൾ എവിടെ പഠിക്കുന്നത്? രഘു, അമ്മാലു എന്നീ കഥാപാത്രങ്ങൾ. രഘു, അമ്മലു എന്നീ കഥാപാത്രങ്ങൾ മലയാറ്റൂരിന്റെ വേരുകളിലെയാണ്. മലയാറ്റൂരിന്റെ ആത്മകഥ സർവീസ് സ്റ്റോറിയാണ് കേട്ടോ. സർവീസ് സ്റ്റോറി, എൻ്റെ IAS ദിനങ്ങൾ, ഇതൊക്കെ മലയാറ്റൂരിന്റെ ആത്മകഥയുടെ പേരാണ്. അപ്പം മലയാറ്റൂരിന്റെ വയലാർ അവാർഡ് കിട്ടിയ കൃതി യന്ത്രമാണ്. പലതവണ റിവിഷൻ നടത്തും കേട്ടോ. അപ്പം നിങ്ങളുടെ മനസ്സിലും ആ മലയാറ്റൂർ യന്ത്രമാണല്ലോ ഹാളി വന്നപ്പം വേരുകൾ എഴുതത്തില്ല. ചിലപ്പോൾ നമ്മൾ അല്ലാതെ അങ്ങ് പഠിച്ചു പോയാൽ മലയാറ്റൂർ വേരുകൾ എന്ന് കാണും, അതങ്ങ് അടിക്കും. അല്ല, മലയാറ്റൂർ യന്ത്രം. ഇടവിട്ടൊന്ന് റിവിഷൻ നടത്തിയരെ. T പത്മനാഭന്റെ ഉണ്ട്, പുഴ കടന്ന് മരങ്ങൾക്കിടയിലൂടെ. തിക്കൊടിയന് അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് തന്നെയാണ് കിട്ടിയത്. തിക്കൊടിയന്റെ ആത്മകഥ അരങ്ങു കാണാത്ത നടൻ. തിക്കൊടിയന്റെ ആത്മകഥ ഏതാണ്? അരങ്ങു കാണാത്ത നടൻ. P കുഞ്ഞനന്ദൻ നായർ എന്നല്ലേ തിക്കൊടിയന്റെ യഥാർത്ഥ നാമം? ചോദിച്ചിട്ടില്ലേ? അരങ്ങു കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കൊടിയന്റെ ആത്മകഥ. നല്ല കുറെ ക്വസ്റ്റ്യനാണ്. യന്ത്രം മലയാറ്റൂർ, സഫലമീ യാത്ര, NN കക്കാട്, ആനന്ദിൻ്റെത് മരുഭൂമികൾ ഉണ്ടാകുന്നത്. അടുത്ത PK ബാലകൃഷ്ണൻ്റെത് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഞാൻ പറഞ്ഞു വയലാർ അവാർഡ് നേടിയ 2ാമത്തെ കൃതി PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയാണ്. KR മീരയ്ക്ക് വയലാർ അവാർഡ് ആരാച്ചാറാണ്. ആരാച്ചാർ, ചേതന എന്ന കഥാപാത്രം ആരാച്ചാറിലെയാണ്. ബെന്യാമന് മാൻതളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ 21, 22, 23 പഠിച്ചു. 21 ബെന്യാമന്, 22 S ഹരീഷിന്, 23 ശ്രീകുമാരൻ തമ്പിക്ക്. കിട്ടുമല്ലോ? ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം. നല്ലൊരു പോർഷനാണ് വയലാർ അവാർഡ്. എന്നാണ് തുടങ്ങിയ വയലാർ അവാർഡ്? 77ലാണ്. 1977. 1 ലക്ഷം രൂപയാണ് ആദ്യം ലഭിച്ചത്. അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. UN സ്ഥാപനങ്ങൾ, ആസ്ഥാനം. എല്ലാം വാരി വലിച്ചെഴുതിയില്ല, എന്നാലും പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എഴുതിയിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്, 1945 ഒക്ടോബർ 24. അതുകൊണ്ട് UN ദിനം എന്നു ചോദിച്ചാൽ ഒക്ടോബർ 24 പറയേണ്ടത്. എന്നാണ് UN വന്നത്? 45 ഒക്ടോബർ 24. UNOയ്ക്ക് ആ പേര് കൊടുത്തത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് കേട്ടോ. UNOയ്ക്ക് ആ പേര്
പേര് കൊടുത്തതാരാ? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. അടുത്തത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലല്ലേ UNO വരുന്നത്, അതിനു മുമ്പ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നൊരു സംഘടന വന്നായിരുന്നടെ, സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്. അത് രൂപീകരിച്ചത് 20 ജനുവരി 10 20 എന്ന് പഠിച്ചാലും മതി, ജനുവരി 10 ജനീവ. അപ്പൊ ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവ, UNOയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. എന്നാൽ UNO 45, ലീഗ് ഓഫ് നേഷൻസ് എന്ന 20-ലാണ്. അടുത്തത് ലോക ബാങ്ക് വാഷിംഗ്ടൺ DC 1945-ലാണ്. ലോക ബാങ്ക് എവിടെയാണ് ആസ്ഥാനം? ലോക ബാങ്കോ IMFനെയും നമ്മൾ ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്നല്ലേ വിളിക്കുന്നത്. ലോക ബാങ്കോ IMFും ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്നാ വിളിക്കുന്നത്. രണ്ടിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC, രണ്ടും വന്നത് 45. കിട്ടുമല്ലോ. ലോക ബാങ്ക് IMFും വന്നത് എന്നാണ് വാഷിംഗ്ടൺ. IMF അന്താരാഷ്ട്ര നാണയനിധി വാഷിംഗ്ടൺ DC 45 തന്നെയാണ് വന്നത്. അടുത്തത് ലോക പൈതൃക സംഘടന, കലാ സാംസ്കാരിക സംഘടന ഏതാ? പൈതൃക പട്ടികയൊക്കെ തയ്യാറാക്കുന്നത് ആരാ? യുനെസ്കോ അല്ലെ. ആസ്ഥാനം പാരീസ് 45 തന്നെയാണ് വരുന്നത്, മറന്നു പോരുത്. യുനെസ്കോ ആസ്ഥാനം എവിടെയാ? പാരീസ്. കുട്ടികളുടെ സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ സംഘടന യുണിസെഫ്, ന്യൂയോർക്കാണ് 46-ലാണ് വരുന്നത്. അപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, യുണിസെഫിന്റെ ആസ്ഥാനം ഇവിടെ ന്യൂയോർക്ക്. ഇനി ഐക്യരാഷ്ട്ര പരിസ്ഥിതി സംഘടന UNEP, പരിസ്ഥിതി സംഘടനകളിൽ UNOയുടെ സംഘടനയാണ് UNEP, മറന്നു പോരുത്. ആസ്ഥാനം പഠിച്ചു വെച്ചിരിക്കുക. കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി, കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി 72-ലാണ് വരുന്നത് കേട്ടോ. 72-ലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സംഘടന വരുന്നത്, UNEP നെയ്റോബി. ലോക വ്യാപാര സംഘടന ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ലോക വ്യാപാര സംഘടന WTO വന്നത് 95-ലാണ്. ഇന്ത്യ അംഗമാകുന്നതും 95 ജനുവരി 1 തന്നെയാണ്. ലോക വ്യാപാര സംഘടന 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ വരുന്നത്. ആസ്ഥാനം ജനീവയാണ്. ലോക വ്യാപാര സംഘടനയുടെയും ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് കേട്ടോ. ഏപ്രിൽ 7 അല്ലെ, ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ ദിനം. പരീക്ഷയ്ക്ക് ചോദിക്കും. ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ 7. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന 19 വന്നത്, അതും ജനീവയാണ്. അപ്പൊ ലോക വ്യാപാര സംഘടന ജനീവ, സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ILOയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും ജനീവയാണ് പറയേണ്ടത്, സ്വിറ്റ്സർലൻഡിലാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് കേട്ടോ. ഭക്ഷ്യ കാർഷിക സംഘടന FAO, ഭക്ഷ്യ കാർഷിക സംഘടന, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അതിന്റെ ആസ്ഥാനം റോമാണ്. ഒരു വെറൈറ്റി ഉണ്ട് അല്ലെ, ഭക്ഷ്യ കാർഷിക സംഘടന റോമാണ്. അടുത്ത അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം IAEA 1957 വന്നു. വിയന്നയാണ് ആസ്ഥാനം കേട്ടോ. വിയന്ന, ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ വിയന്ന. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP നമ്മൾ പഠിച്ചിട്ടില്ല. എവിടെ UNDP പഠിച്ച? എക്കണോമിക്സ് പഠിക്കും. മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് UNDP-ക്കാരാണ്. ഐക്യരാഷ്ട്ര വികസന പരിപാടി, അത് ന്യൂയോർക്കാണ്. അതുപോലെ അടുത്ത നല്ലൊരു പോയിന്റ്, കോമൺവെൽത്ത് സംഘടന വർഷം പഠിച്ചേരെ 31 ലണ്ടനാണ് കേട്ടോ. കോമൺവെൽത്ത് സംഘടന വന്നത് 31-ലാണ്. കോമൺവെൽത്ത് ഗെയിംസ് 30-ലാണ് കേട്ടോ. കോമൺവെൽത്ത് സംഘടന 31 ലണ്ടനിലാണ്. ലണ്ടനിലെ മാൾബറോ ഹൗസ് എന്തിന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ട്? കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനമാണ്. അടുത്തത് ചേരിചേരാ പ്രസ്ഥാനം വന്നത് 61-ലാണ്. ആദ്യ സമ്മേളനവും നിലവിൽ വരുന്നത്. 55-ൽ ആദ്യ ഉടമ്പടി നടക്കുന്നുണ്ട്. ആദ്യ ഉടമ്പടി ബാന്തും ഉടമ്പടി എന്ന് പറയും. പക്ഷെ 61-ലെ ബെൽഗ്രേഡിൽ വെച്ചാണ് ഇത് ആദ്യ സമ്മേളനം കൂടുന്നത്. ഇതിന് ഇതുവരെ ഒരു ആസ്ഥാനമില്ല, കൃത്യമായിട്ടൊരു സ്ഥലമില്ല കേട്ടോ. അടുത്ത സാർക്ക്, നല്ലൊരു ക്വസ്റ്റ്യൻ. കാഠ്മണ്ഡു 85, നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു 85-ലാണ്. ASEAN, ഏഷ്യൻ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ജക്കാർത്ത 67. പഠിച്ചേരെ, ASEAന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത 67. യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ്, പേര് വന്നത് അതിനുമ്പേ 57 കാലഘട്ടത്തിലേ വരുന്നുണ്ട്, അന്ന് വേറെ. യൂറോപ്യൻ യൂണിയൻ ആവുന്നത് ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിൽ 93 കേട്ടോ. മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം യൂറോപ്യൻ യൂണിയൻ പേര് വരാൻ കാരണമായ ഉടമ്പടി ഏതാ? മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം 93-ലാണ്. കുറെ തിരിഞ്ഞു പോകുന്നുണ്ടല്ലേ, എന്നാലും ഇത് പഠിച്ചേരും. നിങ്ങൾ പലപ്പോഴും നോട്ട് എഴുതിയിട്ട് റിവിഷൻ കൊണ്ടുവന്നത്. കാരണം ഇപ്പം നടന്ന വനിതാ കോൺസ്റ്റബിളിനും അല്ലെ ആണുങ്ങളുടെ പരീക്ഷയ്ക്കോ പോലീസ് പരീക്ഷയ്ക്കോ എല്ലാം ഇത് ചോദിച്ചു. മാച്ച് ദ ഫോളോയിങ് 4 എണ്ണം തന്നിട്ട് തെറ്റായത് ഏത്? ലോക വ്യാപാര സംഘടന, ADB, ഇതൊക്കെ ചോദിച്ചു. അതുകൊണ്ട് പിന്നെ എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റൂ, ഇമ്പോർട്ടൻ്റ് ആണിത്.
ഒപ്പക് എണ്ണ സംഘടനയില്ലേ, എണ്ണ സംഘടന ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന 1960 വരുന്നത്. വിയന്ന നമ്മൾ വേറെണ്ണം പഠിച്ചിട്ടില്ലേ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി, അതിന്റെ വിയന്ന തന്നെയാണ്. ഇനി റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ടോ, ലോകത്തിലെ ആദ്യത്തെ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ സംഘടന റെഡ് ക്രോസ് സൊസൈറ്റി അല്ലേ, 1863 ജനീവയിലാണ്. റെഡ് ക്രോസ് സൊസൈറ്റി എന്നാണ് 1863 ജനീവയാണ്. ഹെൻറി ഡുണന്റ് ആണ് ഇത് സ്ഥാപിക്കുന്നത്, ഒരു വ്യക്തിയാണ് ഇത് കൊണ്ടുവരുന്നത്, ഹെൻറി ഡുണന്റ് കേട്ടോ. ഹെൻറി ഡുണന്റ് ആണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ഇനി മറ്റൊരു മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ, ലണ്ടനിലാണ് 1961 പീറ്റർ ബെർസൺ എന്ന് പറയുന്ന ആളാണ്, പീറ്റർ ബെർസൺ എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 ലണ്ടനാണ് വരുന്നത്. പീറ്റർ ബെർസൺ അല്ലേ, ഒരു ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തുക എന്ന് പറഞ്ഞത് ഏത് സംഘടനയെന്ന് ചോദിച്ചിട്ടുണ്ട്, ആംനസ്റ്റി ഇന്റർനാഷണൽ. അടുത്തത് ഇന്റർപോളിന്റെ ആസ്ഥാനം, ഏറ്റവും വലിയ പോലീസ് സംഘടന, ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് സംഘടനയാണ് ഇന്റർപോൾ. 23 വരുന്നു, പാരീസിലെ ലിയോൺസ് ആണ് കേട്ടോ, ഫ്രാൻസിലെ പാരീസിലെ ലിയോൺസ്, പാരീസ് എന്ന് ചിലപ്പോൾ ഓപ്ഷൻ വരാം, ഓർത്ത് വെക്കുക. ഇന്റർപോൾ എന്നാടെ വന്ന് 23 ഇന്റർപോൾ വന്നത്. ലാസ്റ്റ് ADB-യുടെ ആസ്ഥാനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ADB-യുടെ ആസ്ഥാനം മനില 66 വരുന്നത് കേട്ടോ. ASEAN വരുന്നത് 67, ജക്കാർത്ത. ADB വരുന്നത് 66, മനില കേട്ടോ, ഫിലിപ്പൈൻസിലെ മനില. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രവും നമ്മൾ ഫിലിപ്പൈൻസിലെ മനിലയിൽ ആണ്. മാക്സേസെ അവാർഡ് കൊടുക്കുന്നതും ഫിലിപ്പൈൻസ് സർക്കാരാണ് കേട്ടോ. മാക്സേസെ അവാർഡ് കൊടുക്കുന്നത് രമൺ മാക്സേസയുടെ ഓർമ്മയ്ക്കായിട്ട് ഫിലിപ്പൈൻസ് ആണ് മാക്സേസെ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ADB-യുടെ ആസ്ഥാനം എവിടെയാണ്, മനില. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച നടന്ന പോലീസ് പരീക്ഷയ്ക്ക് ADB-യുടെ ആസ്ഥാനമൊക്കെ ചോദിച്ചു. ലോക വ്യാപാര സംഘടന, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, ലോകാരോഗ്യ സംഘടന, സർവ്വരാജ്യ സഖ്യം, ഇതിൻ്റെയൊക്കെ ആസ്ഥാനം ജനീവയാണ്. മറന്നുപോരുത്, സ്വിറ്റ്സർലൻഡിലാണ് ജനീവ, മറന്നുപോരുത്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ ലോക സംഘടനകൾ, യുനെസ്കോ എവിടെ, പാരീസ്. യുണിസെഫ് എവിടെ, ന്യൂയോർക്ക്. ലോകബാങ്കും IMF-ന്റെ ആസ്ഥാനം എവിടെ, ലോകബാങ്കും IMF-ഉം വാഷിംഗ്ടൺ DC. ഐക്യരാഷ്ട്ര സംഘടന ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടന എവിടെയാണ്, ന്യൂയോർക്ക്. ഈ പരിസ്ഥിതി സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്, പരിസ്ഥിതി സംഘടന UNEP, നെയ്റോബി, കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. എണ്ണ സംഘടനയായ ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെ, വിയന്ന. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. അടുത്ത നോക്കെ, ഹിമാലയത്തിന്റെ ഉപവിഭാഗങ്ങളാണ്, അതായത് ഭൂപ്രകൃതി, പർവ്വതങ്ങളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5ആയി തിരിച്ചിരിക്കുന്നു. ഉറപ്പ് പറയാം, ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ പറയും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. മറന്നുപോരുത്, തിരിച്ചിരിക്കുന്നത് കണ്ടോ. കാശ്മീർ സ്റ്റേറ്റ്മെന്റ് ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു പോർഷനാണ്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. നോക്കേ, ഒന്നാമത്തെ കാശ്മീർ ഹിമാലയത്തിൽ 2-3 പോയിന്റുകൾ. കാറക്കോറം, ലഡാക്ക്, സസ്കർ. കാറക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഇതിൽ ഉൾപ്പെടുന്നു. ശരിയാണല്ലോ, കാറക്കോറം ഒക്കെ വരുമ്പോൾ ഹിമാചൽ പ്രദേശിലായിരിക്കും, ലഡാക്ക് ഒക്കെ വരുന്നത് കാശ്മീർ ഹിമാലയത്തിൽ തന്നെയാണ്. കരേവ മണ്ണ് കൂടുതൽ കാണപ്പെടുന്നു. ശരിയാണ്, കുങ്കുമ കൃഷി ജമ്മു കാശ്മീരിലാണെന്നറിയാം. കുങ്കുമത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരേവ മണ്ണ്. അപ്പൊ കരേവ മണ്ണായിരിക്കും ഇവിടെ കുങ്കുമ കൃഷി കൂടുതലായി കാണുന്നു. ശരിയാണ്. പ്രധാന ഹിമാനികളായ സിയാച്ചിൻ, ബോല്, തബോൾ താരോ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, കാശ്മീർ ഹിമാലയത്തിലാണ്. സിയാച്ചിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാണ്, നദി ഏതെന്ന് ചോദിച്ചാൽ നൂബ്രയാണ് അല്ലെ. കാർഗിലിന്റെ തീരത്തൂടിയാണ് സുരു വരുന്നത്. സോജില ചുരം, ബനിഹാൽ ചുരം ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം നിര. അപ്പൊ സോജില ചുരം, ബനിഹാൽ ചുരം എന്നിവയും കാശ്മീർ ഹിമാലയത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാറക്കോറം. ഈ കാശ്മീർ മറന്നു വരുന്നത് കണ്ടോ, മൗണ്ട് കേറ്റു എവിടെയാ, കാറക്കോറത്തിലാണ്. അല്ലാതെ എവറസ്റ്റോ കാഞ്ചൻജംഗയോ ചോദിച്ചാൽ നിങ്ങൾ ഹിമാദ്രി എന്ന് പറയണം. പക്ഷേ മൗണ്ട് കേറ്റു കാറക്കോറത്തിൽ നിന്നേ പറയാവൂ കേട്ടോ. ഊളാർ തടാകം, ദാൽ തടാകം, കാശ്മീർ. ശരിയാണ്, ജമ്മു കാശ്മീരിലെ 2 തടാകങ്ങളല്ലേ ഇവിടെ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ, ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമായ തടാകം ദാല്, രണ്ടും ജമ്മു കാശ്മീർ. അപ്പോൾ കാശ്മീർ ഹിമാലയം. സിന്ധുവും അതിന്റെ പോഷക നദികളും. ശരിയാണ്, ജമ്മു കാശ്മീരിലാണ് കൂടുതൽ ഒഴുകുന്നത് സിന്ധു, അതിന്റെ പോഷക നദികൾ. വൈഷ്ണോ ദേവി ക്ഷേത്രം, അമർനാഥ് ഗുഹ, ഇതൊക്കെ കാണുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ്. അടുത്ത പോയിന്റ് ഓക്കെ,
ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. രണ്ടാമത്തെ പോയിന്റിലേക്ക് പടിഞ്ഞാറ് രവി നദിക്ക്, ആ പോയിന്റ് ശ്രദ്ധിച്ചോണേ, സ്റ്റേറ്റ്മെന്റ് വരും നിങ്ങളോട് പറയുന്നത്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ രവി നദിക്കും കാളി നദിക്കും ഇടയിൽ ഏത് ഹിമാലയയുടെ? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. സിന്ധു ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ. സിന്ധുവും ഗംഗയുമാണ് ഹിമാചൽ ഉത്തരാഖണ്ഡിലെ പ്രധാന നീരൊഴുക്കുകൾ. ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗവും ലഡാക്ക് ശീലം മരുഭൂമിയുടെ തുടർച്ചയായിട്ടാണ്. ലഡാക്കിന്റെ ശീലം മരുഭൂമിയുടെ ശീത മരുഭൂമിയുടെ തുടർച്ചയാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് തന്നെ ലഡാക്ക് ആണല്ലോ. അത് തുടർച്ചയായിട്ടാണ് കിടക്കുന്നത്. അടുത്തത് ഗ്രേറ്റ് ഹിമാലയം, ലെസർ ഹിമാലയം, സിവാലിക് നിര എന്നിവ വ്യക്തമായി കാണപ്പെടുന്നത് ഇതിലായിരിക്കും കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയം ഇവർ മൂന്നുപേരെയും വ്യക്തമായി കാണപ്പെടുന്നതും ഏതാ? ഇതിലാണ്. അടുത്ത ധർമ്മശാല, മുസൂറി, ഷിംല തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു കണ്ടോ. സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മറന്നുപോരുതേ. ധർമ്മശാല, മുസൂറി, ഷിംല സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് ശിവയിലെ. പ്രധാന പ്രധാന ഡൂണുകളായ ഡെറാഡൂൺ, ഹരിക്കെയിൻ ഡൂൺ തുടങ്ങിയവ ഇതിലാണ്. ഏറ്റവും വലിയ ഡൂണാണ് ഡെറാഡൂൺ. അത് ഈ ഹിമാചൽ ഉത്തരാഖണ്ഡിലാണ്. ഫോർട്ടിയ ഗോത്രക്കാർ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഫോർട്ടിയ ഗോത്രവർഗക്കാർ ഏതിലാണ്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഫോർട്ടിയ. അപ്പം ഏറ്റവും വലിയ ഡൂൺ ഏതാത്? ഡെറാഡൂൺ ആണ് ഏറ്റവും വലിയ ഡൂൺ ഏതെന്ന് വെച്ചാൽ. പൂക്കളുടെ താഴ്വര ഹിമാചൽ ഉത്തരാഖണ്ഡ് താഴ്വര. ഉത്തരാഖണ്ഡിനെ തന്നെ നമ്മൾ പൂക്കളുടെ താഴ്വര എന്ന് തന്നെയല്ലേ വിളിക്കുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്. അടുത്ത 3 ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം, കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം അതിരിടുന്നത് ഇതാണ്. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികൾ ഇവിടെ ഉണ്ടെന്ന്. ഡാർജിലിംഗ് സിക്കിം അല്ലെ, സിക്കിം അല്ലയുടെ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിലുള്ള നദി ടീസ്റ്റ. അപ്പൊ ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികൾ അറിയപ്പെടുന്നു. ഉദാഹരണം ഒരു ടീസ്റ്റ നദി അവിടെ ആണെന്ന് അറിയാം. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്, സിക്കിമിലാണ് കാഞ്ചൻജംഗ. ലപ്ച ഗോത്ര വിഭാഗക്കാർ, മറന്നുപോരുതേ. ഫോർട്ടിയ അവിടെ കണ്ടപ്പോൾ ഇത് നോട്ട് ചെയ്യണേ. ലപ്ച ഗോത്ര വിഭാഗക്കാർ കാണപ്പെടുന്നത് സിക്കിം ഹിമാലയത്തിലാണ്. അടുത്ത അരുണാചൽ പ്രദേശ് ഹിമാലയം നോക്കെ. ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു. അതാട്ടെ ഈ പോയിന്റ് ഉറപ്പായിട്ട് പഠിക്കുക. ജൂമിംഗ് കൃഷിരീതി കാണപ്പെടുന്നത് ഏതാടെ? അരുണാചൽ ഹിമാലയം. മോൻബ, ദഫ്ല, മിസ്മി, അബോർ, നാഗന്മാർ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗക്കാർ. മറന്നുപോരുത്, ഇതൊക്കെ കയറി വരാം. 2-3 വട്ടം വായിച്ചാൽ മതി നിങ്ങൾ. ജൂമിംഗ് കൃഷിരീതി അരുണാചൽ ഹിമാലയത്തിലാണ്. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും തോനെയൊന്നുമില്ല. വടക്ക് പട്കായി ബം മുതൽ നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ, ലുഷായി കുന്നുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടെയാണ്. മണിപ്പൂർ കുന്നുകൾ, ലുഷായി കുന്നുകൾ. ബറാക്കാണ് ഇവിടുത്തെ പ്രധാന നദി. ബരാക്ക് നദി ഇവിടുത്തെ പ്രധാന നദി. NW6 ഏത് നദിയിലെന്ന് ചോദിച്ചിട്ടില്ലേ? NW6 ദേശീയ ജലപാത 6 ബറാക്ക് നദിയിലാണ്. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്താക് തടാകം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോക്താക്, ഇതൊന്ന് പോയിന്റ് പഠിച്ചു വെച്ചിരിക്കണേ. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയിലെ ഏക തടാകം ഏതാ? ലോക്താക് തടാകം. മൃദുവായതും, ഇത് വെരി ഇമ്പോർട്ടന്റ് കൊടുത്ത ഇപ്പോഴും ചോദിച്ചു. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ട മൊളാസിസ് തടം മിസോറാമിൽ, അതും ഈ കിഴക്കൻ കുന്നുകളിലാണ്. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ട മൊളാസിസ് തടം ഏത് സംസ്ഥാനം എന്നാണ് ഇപ്പം ചോദിച്ചത്? മിസോറാം. തെറ്റരുതേ, അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. ഓക്കെ, അത്രയുമാണ് അവസാനം ഒരു ഇച്ചിരി ടഫ് വന്നാലും പഠിച്ചല്ലേ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചുമ്മാ എന്നും അങ്ങ് ബേസിക് തരുന്നതിനേക്കാൾ ഇങ്ങനെ ഇന്നത്തെ നല്ല പോർഷനാണ്. വയലാർ അവാർഡ് നേടിയ കൃതി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് വരും. അതുപോലെ ബേസിക് ഭാഗം ഇപ്പം പഠിച്ച ഹിമാലയം, പിന്നെ ലോക സംഘടനകൾ പഠിച്ചു, അരുണരക്താണു, ശ്വേതരക്താണു പഠിച്ചു. നമ്മൾ ആദ്യം പഠിച്ചൊരു ടോപ്പിക്ക് പഠിച്ചു. ആദ്യം പഠിച്ച ഏതാ? നബാർഡ്. ഇതൊക്കെ നല്ലൊരു ടോപ്പിക്കാണ്, ഉറപ്പായിട്ട് ഇതിൽ നിന്ന് വരും. നല്ല രീതിയിൽ റിവിഷൻ നടത്തുക. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. പഠിക്കത്തില്ലേ? ഇപ്പോൾ ഇരുന്ന് പഠിക്കുക ആത്മാർത്ഥമായിട്ട്. അടുത്ത ഒരു 5 ടോപ്പിക്കുമായിട്ട് നാളെ തന്നെ കാണാം. നന്ദി, നമസ്കാരം.